മേലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റും ഗവൺമെൻറ്റും ഒക്കെയാണ്. അവിടെ വി സിക്ക് ആ കാര്യം നിർവഹിക്കാനില്ല. പിന്നെ നിയമപരമായിട്ട് അവർ പറയുന്നത് ഒരു സിൻഡിക്കേറ്റ് മുതൽ മറ്റൊരു സിൻഡിക്കേറ്റ് വരെ ഇടയിലുള്ള കാലത്ത് അത്യാഹിതമായ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള കാര്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് എന്നാണ്. അങ്ങനെ അത്യാഹിതമായ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുമില്ല. അപ്പോൾ സ്വാഭാവിക നീതിക്കെതിരായ കടുത്ത രീതിയിലുള്ള കടന്നാക്രമണമാണ് വി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായ ശക്തിയായ പ്രചാരവേലയും പ്രചരണവും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളും അധ്യാപകരും ജീവനക്കാരെല്ലാം ഇപ്പോൾ ശക്തിയായി തുടങ്ങിയിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. നിയമപരമായ കാര്യം നോക്കുകയും ചെയ്യും. അങ്ങനെ താരതമ്യം ചെയ്യണ്ട, ഉള്ളതുപോലെ കണ്ടാൽ മതി. ശരി. MP ഗോവിന്ദൻ സംസാരിക്കുകയായിരുന്നു. എന്താണെങ്കിലും മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിയെ പ്രതിരോധിച്ച് തന്നെ CPM രംഗത്ത് വന്നിരിക്കുന്നു. മന്ത്രിക്കെതിരെ നടക്കുന്നത് ആസൂത്രിത അക്രമമെന്ന് MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. മന്ത്രിമാർ പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ കാലുഷ്യമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്നും MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല വലിയ പ്രചാരവേലയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നടത്തുന്നതെന്നാണ് ആദ്യം മുതൽ MP ഗോവിന്ദൻ പറഞ്ഞു വെച്ച വാക്കുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ബലക്ഷയം സംബന്ധിച്ച് ചർച്ച ചെയ്താണ് പുതിയ കെട്ടിടത്തിലേക്ക് വാർഡ് മാറ്റാൻ കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നത്. ഈ രണ്ട് മന്ത്രിമാർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ കെട്ടിച്ചമച്ച പ്രചാരവേലയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്താണെങ്കിലും ആരോഗ്യമന്ത്രിക്ക് വേണ്ടി സംസ്ഥാനമൊട്ടാകെ പ്രതിപക്ഷം, ആരോഗ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി സംസ്ഥാനമൊട്ടാകെ പ്രതിപക്ഷം മുറവിളി കൊട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ, പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നാണെങ്കിലും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തൻ്റെ നിലപാട്, പാർട്ടിയുടെ നിലപാട് പറഞ്ഞു വെക്കുന്നത്. ആരോഗ്യമന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് CPM രംഗത്ത് വന്നിരിക്കുന്നത്. മന്ത്രിക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ അതിക്രമം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് MP ഗോവിന്ദൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് നടന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ സമാനതകളില്ലാത്ത പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് എല്ലായിടത്തു നിന്നും ഉയർന്നത്. ഇതിനൊടുവിലാണ് ഇപ്പോൾ MP ഗോവിന്ദൻ പാർട്ടിയുടെ നിലപാട് ശക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് തന്നെ CPM രംഗത്തെത്തിയിരിക്കുന്നു. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജനങ്ങളിൽ കാലുഷ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചാരവേല നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവും. പിന്നീട് അപകടം സംഭവിച്ച് അവിടെ എത്തിയപ്പോൾ ആ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ, അതായത് പത്രപ്രവർത്തകർ അവിടെയുണ്ട്, അവരോടൊപ്പമാണ് മന്ത്രിമാരെത്തുന്നത്. മന്ത്രിമാരോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ആദ്യത്തെ ഇൻഫർമേഷനാണ് അവർ പറഞ്ഞത്. ഒരു കുട്ടിക്കും മറ്റൊരു ജീവനക്കാരനുമാണ് പരിക്ക്. അപ്പോഴതാണ് അവരുടെ മുമ്പിലുള്ളത്. ആരോഗ്യമന്ത്രിയെ പിന്തുണച്ചും ന്യായീകരിച്ചുമുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളാണ് നാം ഈ കേട്ടത്. എന്താണെങ്കിലും മന്ത്രിക്കെതിരെ നടക്കുന്നത് ആസൂത്രിത അതിക്രമമെന്ന് MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. രണ്ട് മന്ത്രിമാർക്കും എതിരെ നടക്കുന്നതും പ്രചാര വേലകളാണ്, അത് കെട്ടിച്ചമച്ചതാണെന്നുള്ള കാര്യങ്ങളാണ് MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. മന്ത്രിമാർ പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരങ്ങൾ മാത്രമാണ്. ജനങ്ങൾക്കിടയിൽ കാലുഷ്യമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുണ്ടെന്നും MP ഗോവിന്ദൻ പറയുകയാണ്. മാത്രമല്ല സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രചാരവേല വലിയ ജനദ്രോഹ നിലപാടാണ് എന്നും MP ഗോവിന്ദൻ പറയുന്നു. സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്ന സാഹചര്യമായിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നലെ മുതൽ കോട്ടയത്ത് കലുഷിതമായ സാഹചര്യമായിരുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ കണ്ടത് വലിയ പ്രതിഷേധങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനുണ്ട് തിരുവനന്തപുരത്തു നിന്നും. മഹേഷ്, എന്താണെങ്കിലും CPM അതിൻ്റെ നിലപാട് ശക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നു. ആരോഗ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു. ന്യായീകരിച്ചുകൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി വാക്കുകൾ പറയുകയായിരുന്നു. എത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? അതിനെ എങ്ങനെ മനസ്സിലാക്കാം?
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൃത്യമായി വ്യക്തമാക്കിയത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തുന്നു പ്രതിപക്ഷം. ജനമാധ്യമങ്ങളെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇക്കാര്യത്തിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കി. ആരോഗ്യ മേഖലയിൽ മുൻകാലത്തുള്ളതിനേക്കാളൊക്കെ വലിയ വികസന പ്രവർത്തനം നടത്തിയ ഒരു സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ. മെഡിക്കൽ കോളേജുകൾ മാത്രം കേന്ദ്രീകരിച്ച് വലിയൊരു വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കോടിക്കണക്കിനുള്ള പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടായത് ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആ സംഭവത്തിൽ ആദ്യ പ്രതികരണം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടടക്കമുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മന്ത്രിക്ക് അറിയാമായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പ്രതികരണം വന്നത്. അതിനപ്പുറത്തേക്ക് അതിന് മന്ത്രിയെ അതിനകത്ത് പഴിചാരേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും മഹേഷ്, പക്ഷേ മന്ത്രിമാർ പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ പോലും ഈ അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെ വലിയ രീതിയിലാണ് പ്രതിപക്ഷം അതിൽ ഉയർത്തിക്കാണിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ ന്യായീകരണം ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്ന ന്യായീകരണം ഏത് രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കും ആരോഗ്യമന്ത്രിക്ക്? വരും ദിവസങ്ങളിലും പ്രതിപക്ഷം ഇതിനെ കേട്ടമട്ട് ഭാവിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ അദ്ദേഹം ഇപ്പോൾ? സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോഗ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് മന്ത്രിമാരെ കടന്നാക്രമിക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. മന്ത്രി VN വാസവനെയും വീണ ജോർജിനെയും. ഇവർക്കെതിരെ ആസൂത്രിതമായ അതിക്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനം അവിടെ നിർത്തിവെച്ചിട്ടേ ഇല്ല, രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടേ ഇല്ല. രക്ഷാപ്രവർത്തനം നടക്കുക തന്നെയായിരുന്നു. അവിടേക്ക് JCB ഹിറ്റാച്ചും ഒക്കെ എത്തിച്ചേരാനുണ്ടായ ബുദ്ധിമുട്ട്, ആ പ്രയാസം മാത്രമാണ് ഉണ്ടായത്. അതായിരുന്നു പ്രതിസന്ധി. ജനങ്ങൾക്കിടയിൽ ആവശ്യമുണ്ടാക്കാനാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പോലുമില്ലാത്ത ആരോപണമാണ് പ്രതിഷേധക്കാരും പ്രതിപക്ഷവും ഒക്കെ ഉന്നയിക്കുന്നത്. മരിച്ച സ്ത്രീയുടെ ഭർത്താവ് തന്നെ കൃത്യമായി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഈ കുടുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്താനെടുത്ത സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിൽ നിർത്തിയിട്ടുമില്ല, വൈകിട്ടുമില്ല എന്നാണ് MV ഗോവിന്ദൻ സൂചിപ്പിച്ചത്. ശരി മഹേഷ്.